ആദ്യം തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ്. കാരണം ഒരുപാട് വാച്ച് IFFKയുടെ വേദികൾ നിറഞ്ഞു പോയ ഒരു സിനിമയാണ്. അതേപോലെ തന്നെ 48th ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ഒരു അവാർഡ് കിട്ടുകയാണ്, അതും ബെസ്റ്റ് ഫിലിമിന് വേണ്ടി കിട്ടുകയാണ്. അതിൻ്റെ ഡയറക്ടറാണ്. ആദ്യം തന്നെ ഹൗ ഡു യു ഫീൽ? വളരെ സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് പടമാണ് ചെയ്തത്. ഫസ്റ്റ് പടം നമ്മൾ ഭയങ്കര ചെറിയ രീതിയിലാണ് ചെയ്തത്. അതിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. അതിപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും അതിന് അംഗീകരിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ആദ്യത്തെ സിനിമ ചെയ്ത ഒരാളെന്ന നിലയിൽ നമുക്ക് ഈ അവാർഡുകളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ ഒരു ടോപ്പിക്ക് തന്നെ സിനിമയായിട്ട് ചൂസ് ചെയ്യാനും അതിനെ ഡയറക്റ്റ് ചെയ്യാനും ഉണ്ടായ ഒരു ജേണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചോദനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ഈ കഥ ഉണ്ടായ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് മുസ്ലിം സ്ത്രീകളെ ആർജിച്ച് വരുന്നൊരു ഊർജ്ജമുണ്ട്. മീൻസ് അവർ പൊതുസമൂഹത്തിലാണെങ്കിലും എല്ലായിടത്തിലും വരുന്നൊരു. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞത്. പിന്നെ ഫെമിനിറ്റി എന്നുള്ളൊരു വാക്ക് ഒരു പേര് കിട്ടി. പിന്നെ എൻ്റെ വീട്ടിലുണ്ടായ ചെറിയൊരു ഇൻസിഡൻറ്റിൽ നിന്നാണ് കഥ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് കൂടുതൽ കാണണം എന്നാണ്. ഈ സിനിമ കണ്ട് പല ആൾക്കാരും കാണുന്നത് കാണാൻ മടിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ സിനിമ കണ്ട് അതൊരു തിരിച്ചറിവായിട്ട് മറ്റുള്ളവർക്ക് തോന്നണം എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത് വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാന്നല്ലാണ്ട് അപ്പുറത്ത് പടം കാണുന്ന ആളുകൾക്ക് അത് റിയലൈസ് ചെയ്യുന്ന ചേർത്തോട്ടെത്തണം. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് അവാർഡുകൾ തേടി വരട്ടെ. ആൻഡ് ഹാർട്ടി കൺഗ്രാജുലേഷൻസ്.